ഗോഡ് ഇല്ലടാ ഇവിടെ. എടാ മറ്റവൻ കേറുന്നുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇത് നോക്ക്, സ്കോർ ബോർഡിൽ നോക്ക്. മൈക്ക് വീസാനോ അവൻ കേറുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ നമുക്ക്? ഓ പറ്റില്ല, ലോഡ് സ്ക്രീനിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആ അതെ 1 2 3 4 5 6 എടാ അതല്ലേ പറഞ്ഞ. ഹലോ, എന്തൊരു മൊണ്ണകളാടാ നിന്റെയൊക്കെ കൂടെയുള്ളമാര്. നിനക്കൊരു വിലയില്ല. എടാ നീ നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നിന്നെ നമ്മളിവിടെ നിന്ന് തട്ടുമെന്ന് അറിഞ്ഞിട്ട് അവന്മാർക്ക് ഒരു പേടി പോയിട്ട് ഒരു ഇതുമില്ല. അവന്മാർ നിന്നങ്ങ് കൊണയ്ക്കുക. അവന്മാർക്ക് നീ എന്ന് പറഞ്ഞത് നിനക്കൊരു പട്ടിയുടെ വേല് പോലും അവൻ തന്നിട്ടില്ല. എന്താ പറഞ്ഞാൽ നിന്നെ പട്ടിയെ പോലെ കൊന്നാലും അവർക്ക് ഒരു മറ്റേ മുടിയിൽ അതുപോലെ ഇല്ലെന്നാണ് അവന്മാർ പറയുന്നത്. മനസ്സിലായി? നിന്നെ എന്ന് പറഞ്ഞാൽ നീ ആ ഗ്യാങ്ങിലുള്ളൊരു സെക്യൂരിറ്റിയുടെ വില പോലും നിനക്കില്ലെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എടാ സത്യം പറഞ്ഞുള്ള അത് വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കത് വിഷമായി തോന്നി. നിനക്കെന്താ പറയാനുള്ളത്? നിന്റെ ഗ്യാങ്ങിലുള്ളവർ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തേ. അതായത് അവര് പറഞ്ഞു പറഞ്ഞാൽ നിന്നെ കൊന്നെറിയാനാണ്. നീ എന്തിനാണ് ഗ്യാങ് കളിച്ചത് ഒന്ന് പറയാവോ? നിനക്കൊരു പൂടയുടെ വില പോലും തന്നിട്ടില്ല. നീ എന്തിനാണ് ഗ്യാങ് കളിച്ചതെന്ന് പറയോ? നിന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം അനിഷ്ടമല്ലേ നമ്മൾ ചോദിച്ചത്. നിനക്കിതിൽ എന്താ പറയാനുള്ളതെന്ന്. എടാ നിന്റെ ഗ്യാങ്ങിലുള്ളവർ നിനക്ക് ഒരു പൂടയുടെ നിനക്ക് അത്ര സെൽഫ് റെസ്പെക്ട് ഇല്ല. സെൽഫ് റെസ്പെക്ട് അർത്ഥം എന്തിനാ അറിയാ നിനക്ക്? എന്തിന്? എന്താണ് മലയാളത്തിൽ പറയാനല്ല പറഞ്ഞത്. അപ്പൊ നിനക്ക് സ്വയ അഭിമാനം ഇല്ല, അതിനെ ചോദിച്ചത്. സ്വയ അഭിമാനം നിനക്ക് അപ്പൊ ഇല്ലേ? അപ്പൊ നീ ഒരു സ്വയ അഭിമാനം ഇല്ലാത്തവനാണോ? എടാ നിന്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ അവന്മാർ എന്ന് പറഞ്ഞാൽ നിനക്കൊരു വാല്യൂ ഇല്ലടാ. എടാ നിന്റെ ഒരു നിന്റെ ഗ്യാങ്ങിലുള്ള നിന്റെ കൂടപ്പിറപ്പലാണ്. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതെ എന്റെ കൂടെ പറഞ്ഞ കുറെ പേരുണ്ട് ഇവിടെ. അവന്മാരിപ്പോ ഒരു താരില് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ അവരുടെ ലൈഫായിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നും ആയിരിക്കില്ല. അപ്പൊ നിന്റെ ഈ പറഞ്ഞവര് നിന്റെ ബ്രദേഴ്സ് ഒന്നും അല്ല ആണാ? ഇത് കള്ളവെടിയല്ലാണാ? നീല എവിടാ? നീല എവിടാ? വെയിറ്റ് കൺവിൻസ് ചെയ്യണ്ടിരിക്കുക. എടാ ഞാനൊരു കാര്യം പറഞ്ഞു. നിനക്ക് ഞാൻ ഓഫർ തരാം ഫ്രീ ആയിട്ട്. എടാ എനിക്ക് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അതിന്റെ അകത്ത് നിന്നെ വേണേ കേറ്റാ ഞാൻ. അവന്മാരുണ്ടല്ലോ, അവന്മാർ ഇതിനെക്കാട്ടിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കോടാ നിന്റെ കൂടെ. വലുതായിട്ട് അവന്മാർക്ക് ഗൺ ഫൈറ്റ് ഒന്നും എടുക്കാൻ അറിയത്തില്ലായിരിക്കണം. പക്ഷെ നിന്നെ കൊണ്ടുപോയി പറഞ്ഞാൽ വന്ന് നിൽക്കോടാ. നിന്നെ അതിലോട്ട് ഇട്ടാ. എടാ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ഗുണമാണുള്ളത് ഒന്ന് പറയാ. നിന്നെ പട്ടിയെ കൊല്ലണ പോലെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നിന്റെ അവന്മാർക്ക് എടാ പൂട വില എന്ന് പറഞ്ഞാ എടാ ഒരു പട്ടിയുടെ വില പോലും നിനക്കില്ലാതെയാണ് നീ ഒരു ഗ്യാങ് നിക്കണത്. നീ കരയുവാണോ? നീ കരയുവാണോ? നീ നിനക്ക് എന്ത് വാല്യൂ ആണോ നിനക്കുള്ളത് അവിടെ? അവിടെ റേഡിയോ നിന്നെ പിടിച്ചപ്പോ പറയാ തെറി വിളിച്ചോണ്ടിരിക്കുക അവിടെ വെറുതെ ഇരുന്നു. അതിനർത്ഥം ഇത് കൊടുക്കുന്നുണ്ടോ? എന്താ പറഞ്ഞ? എടാ പുറത്ത് സൗണ്ട് കേക്കാം കേട്ടാ. നല്ലോണം കേൾക്കാം ബ്രോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നീ അടിക്കില്ല. ചാവും. ഹലോ നിനക്ക് എന്താണ് പറയാനുള്ളത്? നീ ഇനി ആ ഗ്യാങ്ങിൽ തുടരുവാണോ? എടാ നിനക്ക് സ്വയ അഭിമാനം ഇല്ലാത്ത ഒരുത്തനാണെന്ന് നീ പറയുവാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നിനക്ക് സ്വയാഭിമാനം ഇല്ല. അപ്പൊ തീരുമാനം എടുക്കാൻ ഇനിയും സമയമുണ്ട്. നിന്നെ ഞാൻ ഇവിടെ എലി വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്മിഷൻ എടുത്തരാം. അവിടത്തെ പിള്ളേര് വരുവാടാ. വരും. മറ്റേ ക്ലാസ്സിൽ ടേബിളിന്റെ കാലൊക്കെ എടുത്ത് വരുവാടാ. എന്റെ ചെറുക്ക വരുവാടാ. നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാ നിന്നെ അവിടെ ആക്കട്ടെ, അഡ്മിഷൻ എടുത്തരട്ടാ. അവിടെ അഡ്മിഷൻ എടുത്തരട്ടാ.
നീ അവിടെ ഒരു TV കാണാൻ പോയി, അവിടെ ഒരു TV കാണടാ. നേരെ അവൻ എന്തുവാ നീ പൊട്ടനാണാ അമ്പു എല്ലാരും കൂടെ അവിടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടല്ലേ പുറത്തിരുന്ന് പറയുന്നവരെടുത്ത് പറയണം. ഞാനിവിടെ ഹോസ്റ്റലിലാണ്. ഇവര് പറയുന്നത് കേക്കട്ടെ. നിങ്ങൾ അതിന്റെ അകത്ത് നേരത്തെ റേഡിയോയിൽ പറഞ്ഞ ഇവരുള്ള ഒരെണ്ണം പോലും ഇല്ലല്ലോ ആ ഗ്യാങ്ങില് കണ്ടികളെ. എടാ പക്ഷെ ഇവന് കുറച്ച് ഇവനെ ഒരു പക്ഷെ ഇവർ സിറ്റി കളിക്കണമെന്നോ നിനക്ക് എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഈ സിറ്റിയിൽ ഗേൾഫ്രണ്ട് ഉണ്ടോ? കൈവക്ക് നീ കൈവക്ക് കൈയാക്കാൻ പറഞ്ഞില്ലല്ലേ? ഗേൾഫ്രണ്ട് ഉണ്ടോ? നല്ല കുടുംബത്തിൽ ജനിക്കണം. ബോയ് ഫ്രണ്ട് ഉണ്ടോ? വേറെ ആരുടെ കൂടെ ബോയ് ഫ്രണ്ട് ഉണ്ടോ? അതെല്ലാം വേണ്ടി ചന്ദ്ര ഇത്രയൊക്കെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ചോദിക്കാൻ പോലും അവന്മാരെ വാർത്തയായിട്ട് പോലും നിന്നെ പറ്റി തിരക്കത്തില്ലല്ലോടാ. നീ അവിടെ കിടന്ന് നിനക്ക് മോട്ടിവേഷൻ തരുന്നോന്ന് എനിക്ക് അറിയത്തില്ല. പുറത്തിരുന്ന് അന്ന് കേട്ട് ജീവിക്കല്ലേ. കടകൾ ഒരുപാട് എടാ ഞാനൊരു കാര്യം പറയട്ടെടാ, ഈ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നോണ്ടല്ലോ മിനിമം നമ്മുടെ കൂട്ടത്തില് കാലും കൈയും വയ്യാതെ ഇരുന്ന് മറ്റേ ഇതുള്ളവന്മാരായിരുന്നാലും അവന്മാരെ വെച്ച് കെട്ടിക്കൊണ്ട് ഇറങ്ങൂടാ ഒരു 3-4 പേരെങ്കിലും. നിന്റെ ഗ്യാങ്ങിൽ അത് ആവതില്ലാത്തവന്മാരെ വെച്ചോണ്ട് എന്തിനും ഇവിടെ കളിക്കുന്നത്? ഇല്ല നീ ഇവിടെ കളിക്കണം. നിന്നെ ഞാൻ ഫോഴ്സ്ഫുള്ളി ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങാൻ നിന്നെ ഞാൻ നിർബന്ധിക്കണം. ഇറങ്ങടാ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങടാ. നീ ഇപ്പൊ ഇറങ്ങണം. നീ ഇപ്പൊ ഇറങ്ങണം. നീ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി കൊന്നോളാം നിന്നെ. ഈ മണ്ണനൊക്കെ വേറെ ഏത് ഗ്യാങ് എടുക്കാൻ ഇവരെടുക്കൂല. ഇവിടുത്തെ ഇപ്പൊ വന്ന ഗ്യാങ്ങിന് പോലും നിന്റെ ക്വാളിഫിക്കേഷൻ എടുക്കത്തില്ല. മനസ്സിലായ? അതുകൊണ്ടാണ് HF തന്നെ തുടർന്നു. അതാ നല്ലത്. അതാവുമ്പോ ഇതേപോലെ ഇങ്ങനെ ഗതിയായിട്ട് വന്ന് ഇങ്ങനെ അടിച്ച് കൊള്ളാതെ എന്തൊക്കെ കാര്യമായിട്ട് ഇടുന്നുണ്ടല്ലോ. നീ എന്താ ഡയമണ്ട് കച്ചവടമല്ലോ ആണോ? അതിന്റെ അപ്പുറത്ത് ഫയൽ എന്താ മോനെ സ്വന്തമായിട്ട് നോക്കുന്നോ? സ്വന്തമായിട്ടൊക്കെ നോക്കുന്നോ? ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ടല്ലോ ഈ ഉറപ്പന്മാർക്ക് അകത്തുണ്ടെങ്കിൽ അമ്മര് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറയാമാർക്ക്. അല്ല അവന്മാർക്ക് ഈ ധൈര്യം അവന്മാർക്ക് മിനിമം സിറ്റി കാണിച്ചൂടെ? എന്ത് ഉമ്മന്തറാ നീ പറയണേ? നീ മണ്ടനാണാ നീ മിനിമം സൂപ്പർ. നിനക്ക് ബുദ്ധി ഇല്ലടാ എത്താർക്ക്? എന്റെ പൊന്നാണി വെച്ചിട്ടാണല്ലോ പരാതി ഓനെയൊക്കെ ഇടിച്ചങ്ങ് കൊല്ലണം. കൊന്നടാ രണ്ടുപേരും കൊള്ളാം. കൊള്ളാം. ചെറിയൊക്കെ വിളിച്ചറ അവസാനം. കൊള്ളാം. സംഭവം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു മെമ്പറെ അടിച്ചു വന്നിട്ട് ഇവിടെ സംസാരിക്കണ്. ഇരുന്നൂറ് ലോയൽറ്റി പോയിന്റ്സ് പോയെന്ന്. മനുസംബ്രോ വെൽക്കം ടു ദ ലൈവ്. മനുസംബ്രോ ഹായ്. എന്ത് സിറ്റുവേഷൻ സാറേ? എടാ സ്വയാഭിമാനം ഉണ്ടെന്ന് നീ കാണിച്ചല്ലോടാ. നീ സ്വയാഭിമാനം ഉണ്ടെന്ന് നീ കാണിച്ചല്ലോടാ. നീ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. നിന്റെ ചാർലിയുടെ അടുത്ത് പോയി കുനിഞ്ഞിരിക്കാൻ പറ ക്ലോസറ്റിന്റെ തലയിട്ടുകൊണ്ട്. അവൻ അതിനെ കൊണ്ടേ പറ്റൂ കേട്ടാ. പരമൊണ്ണേ
നീ തെറി വിളിക്കരാ, നീ മാസ് കാണിക്കാൻ നീ ആരുടെ പട്ടി? എന്താണ് ബ്രോ നീ പറഞ്ഞ തെറി? എന്താണ് ബ്രോ? ഭയങ്കര മോശം. എടാ സാറപ്പൊക്ക് അവന്റെ കൊച്ചെറുക്ക അളിയെ കൊച്ചു ചെറുക്കളിയത് കൊച്ചിറക്കന്റെ മൂലത്തുനിന്ന് ആണി ഏറ്റുന്ന്. എടാ പോടാ എന്തൊരു കാര്യം ബ്രോ ഈ ബ്രോ എടാ തള്ളേ ഓളങ്ങളെ, നീ 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 നമ്മളെ അങ്ങ് ഒലത്തുവല്ലടാ നീ പാട്ടി. നീ വിളിയടാ തെറി, നീ വിളിയടാ നീ വിളി. നിനക്ക് എത്ര എണ്ണം അറിയാം നോക്കട്ടെ, നിനക്ക് എത്ര എണ്ണം അറിയാം ഞാൻ നോക്കട്ടെ. നീ ഒന്ന് വിളി, ബാക്കി ഞാൻ പുറത്ത് വിളിച്ചുതരാം. നീ വിളി, നമുക്ക് ക്വാളിറ്റി ടെസ്റ്റ് നോക്കാം. ബാക്കി ഞാൻ പുറത്ത് വിളിക്കേ പക്ഷേ ഉത്തരം തന്നാലേ നീ വിളിക്കുള്ളാ. അവനെ കൊച്ചെറുക്കനുണ്ട് അവൻ നമ്മള് നിന്റെ ഉത്തരം വന്നാലേ നീ മിണ്ടുള്ളാ. നീ വിളി, തെറി വിളി. നീ വിളിയടാ, ബാക്കിയുള്ളടാ വിളിച്ചെന്റെ ബാക്കിയുള്ളടാ. എന്താ വിളിച്ച വിളി കേക്കട്ടെ. എത്ര അറിയാൻ നോക്കട്ടെ കേക്കട്ടെ പറ. നമുക്ക് എണ്ണ എടുക്കാം, ക്വാളിറ്റി ടെസ്റ്റ് നടത്താടാ, നമുക്ക്. എടാ ഇത്രേ പറയുള്ളൂ, നിന്റെ കൂടുള്ളമാര് മൊണ്ണകളാ, മനസ്സിലായില്ല? അത്രേ ഉള്ളൂ, അതിലൊരു സംശയമില്ലടാ. അതുകൊണ്ടാണ് അവന്മാർ നിന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് വരാത്തത്, മനസ്സിലായടാ നിനക്ക്? നീ ആരടാ? നീ അന്യരാ? നീ അന്യനാ? അമ്പിയാ കളിക്കുന്നാടാ നീ പാട്ടി? നീ തന്നെ നേരത്തെ തെറി വിളിച്ചൊന്ന് ഇതിപ്പോ വേറെ മോനെ എടാ ഒന്ന് തെറി വിളിയടാ കേക്കട്ടെ. ഞാൻ എത്ര അറിയാൻ നോക്കട്ടെ. മോനെ ഒന്ന് വിളി മോനെ, കേക്കട്ടെ. CBSE ആയിരുന്നില്ലേ മോനെ? കക്കൂസ് കഴിവാ. നിനക്ക് സോയാഭിമാനം ഉണ്ടെങ്കിൽ നീ നിന്റെ കൂടെ ഉള്ളവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കക്കൂസ് കഴിവാ. ഏത് അല്ല ചന്ദ്ര അവൻ വിളിച്ചത് ഒന്നുകൂടെ വിളിക്കട്ടെ. വിളിക്കണടാ തെറി വിളിക്കണ്ടേ? ബ്രോ ഞങ്ങള് കൂടെ ഒന്ന് പഠിക്കട്ടെ. ഇവ മിണ്ടുന്നുണ്ട്, എനിക്ക് കേട്ടുകൂടുന്നു. പുറത്താ? അല്ലല്ല, ഒരു അതിലില്ല. മോനെ ഇങ്ങ വാ, നിനക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നീ ആ തീട്ട ഗാങ്ങിൽ നിന്ന് ഇറങ്ങ്, അല്ലെങ്കിൽ നീ വന്ന് കക്കൂസ് എഴുവ്. ഏതാണ്? വേണമെങ്കിൽ ഒരു ഓപ്ഷൻ അല്ലടാ അല്ല നീ എടാ നിനക്ക് എന്തോടെ കാണിക്കാം? നീ ലാസ്റ്റ് ഡേ ആണ് സിറ്റിയില്, നിനക്ക് എന്തോടെ കാണിക്കാം? കുഴപ്പമൊന്നുമില്ല, നീ വിളിച്ചോ, ബാക്കി ഡീൽ ചെയ്യാം നമുക്ക് എപ്പോഴേലും. പാട്ടി വിളിച്ചോണ്ടവനെ. മോനെ ഒരു മിനിറ്റ് അടിക്കല്ലേ? എടാ അതെ എടാ കക്കൂസ് കഴിവണ അതോ ചായ ഇട്ട് തരണം നമുക്ക്? നിനക്ക് ഏത് ഓപ്ഷൻ? പുറത്ത് വിളിക്കുന്നു. ചന്ദ്ര ഒന്ന് പറഞ്ഞ ചന്ദ്ര ഒരു കാര്യം പറയാനാണോ? ഹോസ്റ്റലിനെ കിക്ക് ചെയ്ത് ബാൻ ചെയ്താണ് തെറി വിളിച്ചതിന്. അതിന് അതിപ്പോ ചെയ്യണം, ഞങ്ങളുടെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ചെയ്തൂടെ? അല്ല ആക്ച്വലി സ്പോട്ട് ആക്ഷൻ എടുക്കേണ്ട കാര്യമാണ്. ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോഴാണ് അവൻ വിളിച്ചത്. അത് എന്റെ POV തന്നെ ഉണ്ട്. അപ്പൊ എനിക്കത് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റൂല. അല്ല ഒന്നുകൂടെ ഒന്ന് ചോദിച്ചിട്ടോ, ഞങ്ങളുടെ സിറ്റുവേഷൻ ഓൺ ഗോയിങ് അല്ലേ? എന്താ വെച്ചാൽ അല്ല സിറ്റുവേഷൻ ഓൺ ഗോയിങ് ആണ്, അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. പക്ഷെ മീൻവൈൽ നമ്മുടെ അത് തെറിവിളി എന്ന് പറഞ്ഞാൽ സ്പോട്ട് ആക്ഷൻ ഉള്ളത് നിങ്ങൾക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. ബാക്കി അവരുടെ ടീം കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ല ഇവൻ തെറി വിളിച്ചായിരുന്നടാ ഇവൻ HF-ലെ. അതെ വെയിറ്റ് ഒരു സെക്കൻഡ്. അല്ല ഞങ്ങളുടെ സിറ്റുവേഷൻ ഒരു 2 മിനിറ്റിലത്തേക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതിപ്പോ കഴിയും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിക്ക് ചെയ്തോ? കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ടിക്കറ്റ് വിളിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഒരു സെക്കൻഡ് കൂടെ ഞാൻ അതിന്റെ ഇതിപ്പോ പറയാം. എടാ അതെ അവനെന്താ പറയുന്നേ? അവന്റെ അവസ്ഥ എന്താ? എടാ അമ്പത്തൂരെ കക്കൂസിലുണ്ട് പിടിച്ച് ക്ലോസറ്റ് മുക്ക്. ലൈക്ക് അവനെ ഇപ്പൊ കിക്ക് ചെയ്യുമ്പോ പെട്ടെന്ന് ക്ലോസറ്റ് മുക്ക്. അല്ല
അവന് സ്പോട്ട് ബാനാ അവനെ സ്പോട്ട് ബാൻ അടിക്കാൻ പോവാ, അതുകൊണ്ടാ പറഞ്ഞത്. ഒരു സെക്കൻഡ് ഇപ്പൊ തീരുമാനായി. ചന്ദ്ര അങ്ങനെയല്ല, ചന്ദ്ര അടിക്കാണ് 8 അവർ ഇപ്പൊ ബാൻ അടിക്കും. ബാക്കി നിങ്ങൾ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കും. എടാ കൊന്നോടാ കൊല്ലണ അവനെ, അടിച്ച് കൊല്ലണ അവനെ കക്കൂസിലിട്ട്. ഇപ്പൊ കിക്കി അവനെ, അവൻ നീറി മരിക്കണം അവൻ. ആ അയ്യോ അയ്യോ അതെന്താ അഭിമോണ അവന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു ആദ്യം പോയിട്ട്. പുതിയ ഇറങ്ങി വന്ന് കയറി വന്നോണം. എടാ അവന്റെ തലയിൽ പിടിച്ച് ക്ലോസറ്റ് മുക്കടാ. എടാ നീ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഒന്നും കൂടെ വളച്ചു വെച്ചോണ്ടിരിക്കണേ അകത്ത്. ഇത് മറ്റേ ആറുടെ പിടിച്ചോടുത്തിണ്ടാവില്ല. തോക്കെടുത്ത് പിടിച്ചാ ചന്ദ്ര ഇത് വലിച്ചില്ല, അവനെ പറഞ്ഞു വിടുക. പിന്നെ ഇതിനോട് തന്നെ ആക്കാലോ. കേട്ടില്ല എന്തോന്ന് അവൻ കൊടുത്തിട്ട് ബാങ്ക് കൊടുത്തിട്ട് വേന എടാ അവൻ നീറണം, അവൻ നീറി മരിക്കണം. കക്കൂസി കിടന്ന് മരിച്ചു ടിവിയുടെ. വാൾ ഓഫ് ഷെയിമില് എടാ ടിവിക്ക് ഒരു വാൾ ഓഫ് ഷെയിം വേണം കേട്ടോ. എവിടെയെങ്കിലൊക്കെ അടിച്ചു വെച്ചിട്ട് ഇതുപോലത്തെ വാണങ്ങളെ പേര് എഴുതി വെക്കണം. എടാ ഗ്യാങ്ങോസ് വെടിവെച്ച് സസ്പെൻഷൻ. ഓക്കെ എടാ ഒരു അടിക്കുള്ള വകുപ്പുണ്ട്.